ഐഡിയാസ് വെൽക്കം ടു എൽകോം. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിലെ മറ്റൊരു പാർട്ട് ഷെയർസ് പേയബിൾ ബൈ ഇൻസ്റ്റാൾമെന്റ്. Shares payable by installment. The amount due on shares is usually collected in stages instead of lump sum. അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഷെയറിന്റെ എമൗണ്ട് കമ്പനി സ്വീകരിക്കും. ആ കമ്പനി സ്വീകരിക്കുന്നത് സാധാരണയിൽ ഇൻസ്റ്റാൾമെന്റ് ബേസ് ചെയ്തിട്ടാണ് സ്വീകരിക്കുന്നത്. ഇൻസ്റ്റാൾമെന്റ് അടിസ്ഥാനത്തിൽ, അതായത് ലംസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻസ്റ്റാൾമെന്റ്. ലംസം എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഒറ്റയടിക്ക് സ്വീകരിക്കുന്നതിനാണ് ലംസം എന്ന് പറയുന്നത്. പക്ഷെ നോർമലി ഇൻസ്റ്റാൾമെന്റ് അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കുക. അതാണ് എമൗണ്ട് ഡ്യൂ ഓൺ ഷെയർസ് ഈസ് യൂഷ്വലി കളക്ടഡ് ഓരോ സ്റ്റേജുകളായിട്ടാണ് സ്വീകരിക്കുക എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റേജ്? വളരെ പ്രധാനപ്പെട്ട പോലെയാണ് പറയുന്നത്. സ്റ്റേജ് അപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, കോൾ മണി. ഇങ്ങനെയുള്ള 3 സ്റ്റേജ് ആണുള്ളത്. ഒന്ന് നമ്മൾ അപ്ലിക്കേഷൻ മണി എന്ന പേരിൽ, അതാണ് ഒന്നാമത്തെ സ്റ്റേജ്, അപ്ലിക്കേഷൻ മണി. എമൗണ്ട് പെയ്ഡ് എലോങ് വിത്ത് അപ്ലിക്കേഷൻ ഫോം. നമ്മുടെ ഷെയറിന് വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സ് അപ്ലിക്കേഷൻ ഫോം കൊടുക്കും, അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യും. ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെ എമൗണ്ടും കൂടെ നമ്മൾ വാങ്ങും. അതാണ് അപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആസ് എ കമ്പനി എന്ന രീതിയിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് അപ്ലിക്കേഷൻ സ്വീകരിക്കുന്നു. അതിനോട് കൂടെ തന്നെ അപ്ലിക്കേഷൻ മണി എന്ന് പറഞ്ഞിട്ട് കുറച്ച് എമൗണ്ട് സ്വീകരിക്കുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് അലോട്ട്മെന്റ് മണി. അലോട്ട്മെന്റ് മണി എമൗണ്ട് പേയബിൾ വെൻ ഷെയർസ് ആർ അലോട്ടഡ്. നമ്മൾ അലോട്ട് ചെയ്യുമ്പോൾ, അവർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ മീൻസ് ദ കമ്പനി അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കും എമൗണ്ട്. ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കും. ഷെയർ അലോട്ട് ചെയ്യുമ്പോൾ അപ്പോഴും എന്ത് ചെയ്യും? കുറച്ച് എമൗണ്ട് അവരുടെ കയ്യിൽ നിന്ന്, ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങും. അതാണ് അലോട്ട്മെന്റ് മണി. അപ്പോൾ രണ്ടാമത്തെ ഫേസ് ആണ് അലോട്ട്മെന്റ് മണി ആയിട്ട് കുറച്ച് എമൗണ്ട് വാങ്ങും. ആദ്യം അപ്ലിക്കേഷൻ മണിയോട് കൂടെ കുറച്ച് വാങ്ങി, ദെൻ അലോട്ട്മെന്റ് മണിയോട് കൂടെ കുറച്ച് വാങ്ങി. അലോട്ട്മെന്റ് മണി എന്ന് പറഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യും അല്ലെ? നമ്മൾ ആ ഒരു അവസ്ഥ തന്ന ആ ഒരു അപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതാണ് അലോട്ട്, അല്ലെങ്കിൽ അവർക്ക് ഷെയർ അലോട്ട് ചെയ്തെടുക്കുമ്പോൾ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബാലൻസ് ഉണ്ടാവും. ബാലൻസ് എമൗണ്ട് ഡിമാൻഡ് ബൈ ദി കമ്പനി ആഫ്റ്റർ അലോട്ട്മെന്റ്. അലോട്ട്മെന്റിന് ശേഷം കമ്പനി ഡിമാൻഡ് ചെയ്യും, കമ്പനി വിളിക്കും, ഇനി ക്യാഷ് വേണം എന്ന് പറഞ്ഞിട്ട് ഷെയർ ഹോൾഡേഴ്സിന് വിളിക്കും. അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് എമൗണ്ട് കൊണ്ടുതരും. ആ ഒരു സിസ്റ്റമാണ് ഈ ഒരു ഇൻസ്റ്റാൾമെന്റ് ബേസ്ഡ് ഒരു ഘട്ടം ഘട്ടമായിട്ട് സ്റ്റേജസ് ആയിട്ടാണ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, കോൾ മണി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഇവിടെ പറയാണ്, ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ ഒരാൾ ഒരു 1000 രൂപയുടെ ഷെയർ എടുത്തു വിചാരിച്ചോ, 1000 റുപ്പീസിന്റെ ഷെയർ എടുത്തു കമ്പനിയിൽ. അപ്പൊ ആദ്യം ഈ 1000 രൂപ നമ്മൾ ഒന്നിച്ച് ആ ഷെയർ ഹോൾഡർ കയ്യിൽ നിന്ന് വാങ്ങൂല. പകരം ആദ്യം അപ്ലിക്കേഷൻ മണിയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു 500 രൂപ വാങ്ങും. 500 രൂപ അപ്ലിക്കേഷൻ മണിയുടെ കൂടെ വാങ്ങും. ദെൻ അലോട്ട്മെന്റ് മണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റ് 300 രൂപ വാങ്ങും. ദെൻ നെക്സ്റ്റ് നമ്മൾ കോൾ മണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു 200 വാങ്ങും. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വാങ്ങും. അപ്പൊ നമുക്ക് 1000 കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് അവർ സ്വീകരിച്ച ഷെയറിന്റെ എമൗണ്ട് വാങ്ങൽ. അങ്ങനെയാണ് നോർമലി. ഓക്കെ ആണല്ലോ? അപ്പൊ അതിന് 3 ഘട്ടമാണ് പറഞ്ഞത്. കോൾസ് ഓൺ ഷെയർ. എ കോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, കോൾ മണി. കോൾ എന്ന് പറയുമ്പോൾ കോൾ ഈസ് എ ഡിമാൻഡ് മെയ്ഡ് ബൈ ദി കമ്പനി ഫോർ പേയ്മെന്റ് ഓഫ് അൺപെയ്ഡ് ബാലൻസ് ഓൺ ഷെയർ. ഷെയറിന്റെ മുകളിൽ ഇനി കൊടുക്കാൻ എമൗണ്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ആ എമൗണ്ട് കൊടുക്കണം, ആ എമൗണ്ട് തരാനുണ്ട് എന്ന് കമ്പനി ഷെയർ ഹോൾഡേഴ്സിനോട് ആവശ്യപ്പെടുന്നതിനെയാണ് കോൾ എന്ന് പറയുന്നത്. കോൾ ഓൺ ഷെയർസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ജേണൽ എൻട്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, അക്കൗണ്ടിങ്ങിലെ ചികിത്സ, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലൊക്കെ എന്ത് ചെയ്യണം, എവിടെ റെക്കോർഡ് ചെയ്യണം, എങ്ങനെ റെക്കോർഡ് ചെയ്യണം, എന്ത് ഡെബിറ്റ് ചെയ്യണം, എന്ത് ക്രെഡിറ്റ് ചെയ്യണം, അതാണ് ഈ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 2 വഴി. ഒന്ന് ഫോർ ക്യാഷ്. ഷെയർ ഹോൾഡേഴ്സ് പേ മണി ടു കമ്പനിക്ക് എന്ത് ചെയ്യും? ക്യാഷ് കൊടുക്കും ഒരു. ദെൻ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ദി ക്യാഷ് അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? ഷെയർസ് ആർ ഇഷ്യൂഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ അസെറ്റ് അല്ലെങ്കിൽ സർവീസ് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. ഇപ്പൊ നോർമലി നമ്മൾ പഠിക്കുന്നത് ക്യാഷിന്റെ കേസ് മാത്രമാണ്. ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ്. ഓക്കെ. ഇഫ് ദ പ്രൈസ് ഓഫ് ദി ഷെയർ ഈസ് റിസീവ്ഡ് ഇൻ ലംസം. ആ ഷെയറിന്റെ എമൗണ്ട് ലംസം പേയ്മെന്റിൽ കിട്ടുക. ലംസം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് എമൗണ്ട് കിട്ടുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ല കിട്ടുക. നമ്മൾ നേരത്തെ പറഞ്ഞ 1000 രൂപയുടെ ഷെയർ ഒരു ഷെയർ ഹോൾഡർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ 1000 രൂപ ഒന്നിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ലംസം മെത്തേഡ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ 500, 300, 200 എന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ ഇൻസ്റ്റാൾമെന്റ് ആക്കുന്നില്ല.
അവിടെ ഘട്ടം ഘട്ടമായിട്ട് വാങ്ങുന്നില്ല, ഒറ്റയടിക്ക് വാങ്ങുകയാണെങ്കിൽ അതാണ് ലംസം. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് കൊടുക്കേണ്ട ജേണൽ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ. ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുക. കമ്പനിക്ക് ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്, ക്യാഷ് ഓർ ബാങ്ക്. അപ്പൊ അസറ്റിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കാരണം അസറ്റിന് അങ്ങനെ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ കയ്യിൽ ക്യാഷ് എത്തിക്കും. അപ്പൊ എത്ര കൊടുക്കും? 10K അല്ലെങ്കിൽ 10,000. അതേപോലെ തന്നെ 10,000 നമ്മൾ രണ്ട് സൈഡിലും കൊടുക്കുന്നു. 10K അല്ല 1K അല്ലെ, അതാണ് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1000 കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒറ്റ ജേണൽ എൻട്രിയാണ് ആ സമയത്ത് ആവശ്യമുള്ളൂ ലംസം മെത്തേഡിലാവുമ്പോൾ. ഇനി സെക്കൻഡ് കേസ്, ഇതാണ് പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കേണ്ട കാര്യം. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇഫ് ദ പ്രൈസ് ഓഫ് ഷെയർ ഈസ് റിസീവ്ഡ് ഇൻ ഇൻസ്റ്റാൾമെന്റ്. ഈ ഷെയറിന്റെ പ്രൈസ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കിട്ടുന്നത്. അതായത് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് കിട്ടുന്നത്, ഒറ്റയടിക്ക് എമൗണ്ട് കിട്ടുന്നില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, കോൾ മണി. ഓക്കെ, ഘട്ടം ഘട്ടമായിട്ടാണ് കിട്ടുന്നത്. അപ്പോ ഫസ്റ്റ്, അപ്പൊ അതിന്റെ ജേണൽ എൻട്രി ആണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഫസ്റ്റ് ഒന്നാമത്തെ കേസ് നോക്കാം. റെസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി. ഫസ്റ്റ് നമുക്ക് അപ്ലിക്കേഷൻ മണി കിട്ടും. അപ്ലിക്കേഷൻ മണി കിട്ടുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ജേണൽ എൻട്രി ആണ് ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ അപ്ലിക്കേഷൻ. ബാങ്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുകയാണ്, അതുകൊണ്ട് ഡെബിറ്റ്. എപ്പോഴും മനസ്സിലാക്കി ക്യാഷ് കിട്ടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യാം. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ അപ്ലിക്കേഷൻ. അപ്ലിക്കേഷന്റെ പേര് നമുക്ക് എന്ത് കിട്ടി? ബാങ്ക് എമൗണ്ട് കിട്ടി. ഇത്രയാണോ എമൗണ്ട് കിട്ടിയത് നമ്മൾ കൊടുക്കുക. ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ഇനി നമ്മൾ ഇവിടുന്ന് തുടർന്ന് അങ്ങോട്ട് 1, 2 ചാപ്റ്ററുകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് പഠിച്ചു വെക്കാം, മനസ്സിലാക്കി വെക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് അപ്ലിക്കേഷൻ മണി കിട്ടി. കമ്പനി ആക്ട് പ്രകാരമുള്ള ഓരോ റൂളുകൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ആക്സെപ്റ്റൻസ് ഓഫ് അപ്ലിക്കേഷൻ. ആ അപ്ലിക്കേഷൻ മണി ആക്സെപ്റ്റ് ചെയ്യുന്നു. ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ അക്കൗണ്ടിലേക്ക് മാറ്റാണ്. അതാണ് അക്സെപ്റ്റൻസ് ഓഫ് അപ്ലിക്കേഷൻ. അപ്പൊ അക്കൗണ്ടിലേക്ക് മാറ്റും ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ. കണ്ടില്ലേ, ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ മാറ്റി. അപ്പൊ അപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റൽ മാറ്റി. അപ്പൊ ഈ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ ഇതിലേക്കാണോ മാറ്റുന്നത്? അതാണ് ടു ഷെയർ ക്യാപിറ്റൽ. ഓക്കെ ആണല്ലോ, ഷെയർ ക്യാപിറ്റൽ ആക്കിയിട്ട് നമ്മൾ അവിടെ എത്തും. കാരണം ഷെയറിന്റെ മുകളിൽ കിട്ടിയ ഒരു ക്യാപിറ്റൽ ആണല്ലോ എന്ന രീതിയിൽ. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് കാണാൻ പറ്റും. മേക്കിംഗ് ഓൺ അലോട്ട്മെന്റ് ഡ്യൂ. അലോട്ട്മെന്റ് മണി ഡ്യൂ ആവാനായി. അലോട്ട്മെന്റ് മണി ഡ്യൂ എന്ന് പറഞ്ഞാൽ അലോട്ട്മെന്റ് മണി കിട്ടാനായി. അപ്പൊ ഡ്യൂ ആയി എന്ന് പറയാൻ അലോട്ട്മെന്റ് മണി നമുക്ക് കമ്പനിയിലേക്ക് എത്താനാവുമ്പോൾ നമ്മൾ ജേണൽ എൻട്രി നമ്മൾ ആദ്യം കൊടുക്കണം. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും. ഷെയർ ക്യാപിറ്റലിലേക്ക് ഈ അലോട്ട്മെന്റ് മണി ട്രാൻസ്ഫർ ചെയ്യണം. അത് കിട്ടാനാവുമ്പോൾ കൊടുക്കുന്ന ജേണൽ എൻട്രി ആണ്. ഓക്കെ ആണല്ലോ. ദെൻ അത് കിട്ടിയതിന് ശേഷം, അതായത് നാലാമത്തെ സ്റ്റെപ്പാണ് റെസീപ്റ്റ് ഓഫ് അലോട്ട്മെന്റ് മണി. ആ അലോട്ട്മെന്റ് മണി കിട്ടി. നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ ഘട്ട മണി അലോട്ട്മെന്റ് എന്ന് പറയാം. അലോട്ട് ചെയ്യാം. നമ്മൾ ആ കമ്പനി എന്ത് ചെയ്യാണ്? ഷെയർ ഹോൾഡേഴ്സ് ആ ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഷെയർ അലോട്ട് ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ട് വാങ്ങും. അപ്പൊ ആ എമൗണ്ട് കിട്ടുമ്പോൾ ജേണൽ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ അലോട്ട്മെന്റ് ആണ്. ഇവിടെ ബാങ്ക് ആണ് വന്നിട്ടുള്ളത്, ഡെബിറ്റ് ആണ് കിട്ടിയപ്പോൾ. ഷെയർ അപ്ലിക്കേഷന് പകരം ഇവിടെ എന്ത് വന്നു? അലോട്ട്മെന്റ് വന്നു. ഇവിടെ ഷെയർ അപ്ലിക്കേഷൻ വന്നു, പക്ഷെ ഇവിടെ എന്ത്? അലോട്ട്മെന്റ്. ഇത്ര വ്യത്യാസമുള്ളൂ, സിമ്പിൾ ആണ്. ദെൻ അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് വരാം. ഓൺ മേക്കിംഗ് ഓൺ ദി ഫസ്റ്റ് കോൾ. അവിടെ ഫസ്റ്റ് കോൾ കിട്ടും. അഞ്ചാമത്തെ സ്റ്റെപ്പ് ഫസ്റ്റ് കോൾ ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കേസ് മനസ്സിലാക്കിനെ. അവിടെ പറഞ്ഞല്ലോ എന്തൊക്കെ അപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, കോൾ മണി. അപ്പൊ കോൾ മണി എന്ന് പറയുന്നത് കോൾ, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, തേർഡ് കോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് വിളിക്കും, പിന്നെ ക്യാഷ് എത്തിയിട്ടില്ല, ക്യാഷ് തീർന്നിട്ടില്ല എങ്കിൽ, മീൻസ് ഫുള്ള് ക്യാഷ് എമൗണ്ട് കിട്ടിയിട്ടില്ല എങ്കിൽ സെക്കൻഡ് കോൾ എന്ന പേരിൽ സെക്കൻഡ് കോൾ വിളിക്കും. ദെൻ എന്നിട്ടും ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടാനുണ്ടെങ്കിൽ തേർഡ് കോൾ വിളിക്കും. മനസ്സിലാവുന്നില്ല? അതാണ്. അപ്പൊ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ. ഫസ്റ്റ് കോൾ ഡ്യൂ ആവണ ജേണൽ എൻട്രി നമ്മൾ കൊടുക്കുന്നു. ശേഷം അപ്ലിക്കേഷൻ മണി കിട്ടുന്ന, അപ്ലിക്കേഷൻ മണി അല്ല, കോൾ മണി കിട്ടുന്ന ജേണൽ എൻട്രി കൊടുക്കുന്നു. അതാണ് ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ ഫസ്റ്റ് കോൾ. ഇനി സെക്കൻഡ് കോൾ ആണെങ്കിൽ ആദ്യം സെക്കൻഡ് കോൾ ഡ്യൂ ആവണ ജേണൽ എൻട്രി. സെക്കൻഡ് കോൾ ഡ്യൂ ആവണ ജേണൽ എൻട്രി എങ്ങനെ ആയിരിക്കും? ഷെയർ ഫസ്റ്റ് എന്നുള്ളവർക്ക് ഷെയർ സെക്കൻഡ് കോൾ അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ സെക്കൻഡ് കോൾ അക്കൗണ്ട്. തേർഡ് ഉണ്ടെങ്കിൽ ഷെയർ തേർഡ് കോൾ അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ തേർഡ് കോൾ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ ഉള്ളതിനനുസരിച്ച് നമ്മൾ കൊടുക്കാം. അപ്പൊ മെയിൻലി പ്രധാനമായിട്ടും ബേസ് ആയിട്ട് ഈ 6 ജേണൽ എൻട്രി ആണ്. ഒന്ന് അപ്ലിക്കേഷൻ മണി കിട്ടുന്ന ജേണൽ എൻട്രി, അത് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി, അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി, അത് കിട്ടുന്ന ജേണൽ എൻട്രി, അതേപോലെ തന്നെ ഫസ്റ്റ് കോൾ ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി,
അത് കിട്ടുന്ന ജേണൽ എൻട്രി. ഈ സ്റ്റെപ്പ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഒന്നെങ്കിൽ ഇത് മനസ്സിലാക്കി പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കാണാതെ പഠിക്കുകയും ചെയ്യാം. ഓക്കെ, ഇത് ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക ഫുള്ളായിട്ട്. ഓക്കെ ആണല്ലോ. ഒന്നുമില്ല, ഇത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതിയല്ലോ, 2 ജേണൽ പഠിച്ചാൽ മതി. സിമ്പിളാ. 2 ജേണൽ പഠിച്ചെന്ന് പറയുന്നത് അപ്പൊ അപ്ലിക്കേഷൻ മണി കിട്ടുന്ന ജേണൽ നോക്കിയാൽ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ അപ്ലിക്കേഷൻ. അപ്പോ ഈ ജേണൽ എൻട്രിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ആപ്ലിക്കേഷൻ അലോട്ട്മെന്റ് മണി കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ അലോട്ട്മെന്റ് അപ്ലിക്കേഷൻ അലോട്ട്മെന്റ് എന്ന് കൊടുത്താൽ മതി. ഇനി അതേപോലെ തന്നെയാണ് ഫസ്റ്റ് കോളിന്റെ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. കാരണം അലോട്ട്മെന്റ് കൊടുത്തു ഫസ്റ്റ് കോൾ കണ്ടില്ലേ, ഇതൊക്കെ സെയിം ജേണൽ എൻട്രി ആണ്. ഇനി ഈ ജേണൽ എൻട്രി നോക്കിയാൽ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ, അതന്നെ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ, ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ. കണ്ടില്ലേ, അതാണ് അതിന്റെ കേസുകൾ. ടേംസ് ഓഫ് ഇഷ്യൂ. Terms of issue. Shares can be issued in any of the following 3 ways. അപ്പോൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന 3 വേകളാണ്. 3 വഴികൾ ഷെയർസ് ഇഷ്യൂ ചെയ്യും. അപ്പം 3 വഴികളാണ് പറയുന്നത്. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ, then issue of shares at premium, then issue of shares at discount. പാർ, പ്രീമിയം, ഡിസ്കൗണ്ട് എന്നായിട്ട് മനസ്സിലാക്കുക. പാർ എന്താണെന്നുള്ള ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ. പാറിൽ ഇഷ്യൂ ചെയ്യുക, ഷെയർ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? When shares are issued at a price equal to their nominal value. നോമിനൽ വാല്യൂവിന് ഈക്വൽ ആയ പ്രൈസിൽ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഷെയർസ് അറ്റ് പാർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ. അതായത് നോമിനൽ വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്ന് പറയും. ഫേസ് വാല്യൂവിന് ഈക്വൽ ആയ പ്രൈസിൽ ഷെയർ കൊടുക്കുകയാണെങ്കിൽ അതാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറയുന്നത്. നന്നായി ശ്രദ്ധിക്കുക. നോർമലി നമ്മളൊരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് ബേസിക്കലി ആ കമ്പനിയുടെ ഷെയറിന് ഒരു വില അവരിടും, കമ്പനി ഇടും. ഫോർ എക്സാമ്പിൾ 100 rupees. ഓക്കെ, 100 rupees ഇടും. അപ്പൊ ബേസിക് അതിനെ നമുക്ക് ഫേസ് വാല്യൂ എന്ന് പറയാം, അല്ലെങ്കിൽ അതിന് നോമിനൽ വാല്യൂ എന്ന പേരിൽ അറിയാം. ഓക്കെ, ഫേസ് വാല്യൂ, നോമിനൽ വാല്യൂ. അപ്പൊ ഇതാണ് ഫേസ് വാല്യൂ 100 rupees. ഓക്കെ, ഈ 100 rupees തന്നെ ജനങ്ങളിലേക്ക് ആ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ, സെയിം പ്രൈസിൽ. അതാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ. ദെൻ അതേപോലെ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം ഉണ്ട്, ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് ഉണ്ട്. അതിനായിട്ട് നമുക്ക് പറയാം. അപ്പൊ പാറത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറയുമ്പോൾ അതായത് സെയിം പ്രൈസിലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോ ഇവിടെ ഒന്ന് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം, ഡിസ്കൗണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. പ്രീമിയം എന്ന് പറയുമ്പോൾ ഫേസ് വാല്യൂക്കാൾ കൂടുതൽ എമൗണ്ടിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ പ്രീമിയം. ഫേസ് വാല്യൂവിനേക്കാളും അല്ലെങ്കിൽ നോമിനൽ വാല്യൂവിനേക്കാളും കുറവ് എമൗണ്ടിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. നന്നായി ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ 100 rupeesന്റെ ഈ ഒരു ഫേസ് വാല്യൂ ഉള്ള ഈ ഒരു ഷെയർ ഒരു 110 രൂപക്ക് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഷെയർസ് അറ്റ് പ്രീമിയം. ഈ 100 rupeesന്റെ ഷെയർ 90 രൂപക്കാണ് പബ്ലിക്കിന് കൊടുക്കുന്നതെങ്കിൽ അതാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ നമ്മൾ ആദ്യം ചർച്ച ചെയ്യും. അതായത് സെയിം പ്രൈസ്, അതായത് ഫേസ് വാല്യൂവിന് ഈക്വൽ ആയ ഒരു പ്രൈസിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻ അതിന്റെ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് പാർട്ടിൽ